ഇതാ വേറിട്ടൊരു നേർക്കാഴ്ച. നിങ്ങൾക്ക് മുൻപിൽ അബാസി ഏരിയ ബാലദീപ്തി അവതരിപ്പിക്കുന്നു കരുണയുടെ മുഖം. കഴിച്ചെന്നോ? എന്നാലും കാശിലാടാ. കാശ് എന്റെ ഇല്ല ചേട്ടാ. കാശില്ലെന്നോ? എന്നാ നീ പോവണ്ട. അമ്മ അവിടെ നിന്നേ. എന്താ ചേട്ടാ പ്രശ്നം? ഇവൻ കൊറേ നേരെ കടയിൽ വന്ന് പലഹാരം ചോദിക്കണു. ചോദിച്ചപ്പോ കയ്യിൽ കാശില്ലെന്ന്. എനിക്ക് അപ്പോഴാ തോന്നി ഇവൻ ആള് ശരിയല്ലെന്ന്. എവിടെയാ അടിച്ചു മാറ്റി സാധനം? എടുക്കണേ ഇങ്ങോട്ട്. എന്റെ ഇല്ല ചേട്ടാ, ഞാനത് കഴിച്ചു പോയി. നാണില്ലടാ മോഷ്ടിച്ചു തിന്നാൻ. വിശന്നിട്ടാ ചേട്ടാ, ഒരാഴ്ച വല്ലതും കഴിച്ചിട്ട്. ഇവരോടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ഇവന്റെ സഞ്ചി പരിശോധിക്കേ ചേട്ടാ. അതിനകത്തൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ കഴിച്ചു പോയി. ഞങ്ങൾ നോക്കട്ടാ. ഇതത് മഞ്ഞപ്പൊടി മുളക് കൂടിയാ. ഇതെന്താ മൊബൈലിന്റെ ചാർജറോ? അത് വഴിയെ കിടന്ന് കിട്ടിയതാ ചേട്ടാ. ആ ഇതിരിക്കട്ടെ, എന്റെ ചാർജർ കംപ്ലൈന്റാ. മോനെ, അമ്മയ്ക്ക് വയ്യടാ, നമുക്ക് പോകാം. മാട്ടങ്ങിരിക്കു തള്ളേ. ഇത്തിരി വൈകി ചെന്ന് വെച്ച് ഡോക്ടർ എങ്ങോട്ട് പോകില്ല. പക്ഷെ ഇവനെ പോയിട്ടാ പിന്നെ കിട്ടില്ല. ആടാ, ഇവിടെ ഞങ്ങളൊരു കള്ളനെ പിടിച്ചു. ഫ്രീ ആണെങ്കിൽ വാടാ, 2 കൊടുത്തിട്ട് പോ. ഓക്കെ ഓക്കെ. ഞങ്ങളെ പോലെ കുറച്ച് മാന്യന്മാരുടെ കാവൽക്കാരോടൊപ്പം ഒരു കള്ളന്മാരോട് ജീവിക്കില്ലടാ, അല്ലടാ? ഓ പിന്നല്ലാതെ. തോമസ് ഏട്ടാ, നേരെ പിടിച്ചേ, ഒരു സെൽഫി എടുക്കട്ടെ. അവനെ വിട്ടേക്കടാ, നമുക്ക് പോകാം. തള്ളേ, ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു, അത്രയ്ക്ക് ധൃതിയാണെങ്കിലേ അവിടെ ഒറ്റയ്ക്ക് പൊക്കോ. എന്താ മോനെ ഇത്? അവനൊരു പാവല്ലേ, അവനെ വിട്ടേക്ക്. ഒന്ന് മാറി നിൽക്ക് തള്ളേ. ഇനിമേലെ ഇവനീ പണി ചെയ്ത് പോലീസിനെ വിളിച്ചേക്ക്. വേണ്ട ഏട്ടാ, വിട്ടേക്ക്. ഈ മാതിരി കേസൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നാ പിന്നെ വലിയ കൊല്ലാപ്പാവും. ആ അത് ശരിയാ, നല്ല അടി കൊടുത്തിട്ട് വിട്ടേക്കാം. പിന്നെ ഇവന് വേണ്ടി സംസാരിക്കാൻ 1000 പേരുണ്ടാകും. വിട്ടേക്ക്. ഈ അമ്മ ഇതെന്ത് നോക്കിക്കാ? വരുന്നില്ലേ? വാ ഇങ്ങോട്ട്. മോനെ പതുക്കെ. ആകെ വല്ലാതിരിക്കുന്നുണ്ടല്ലോ. ആ അത് പിന്നെ അമ്മേ, ഞാനിവിടെ വന്നപ്പോ ഇവിടെയൊന്നും കടയില്ലായിരുന്നു. പിന്നെ അങ്ങ് ദൂരെ പോയാ മേടിച്ചോണ്ട് വന്നത്. അതുകൊണ്ടാ അമ്മയ്ക്ക് ഞാൻ പലഹാരം വാങ്ങിയിട്ടുണ്ട്. ദാ അമ്മ കഴിക്കി. നീ കഴിച്ചോടാ? ആ ഞാൻ കഴിച്ചു. ഇവിടത്തെ ആൾക്കാരൊക്കെ നല്ല ആൾക്കാരമ്മ. എനിക്ക് വയറ് നിറച്ചു തന്നു. അമ്മ കഴിക്കി. ഒന്ന് വേഗം നടക്ക്. 1500 രൂപയുടെ മരുന്നാ വാങ്ങിയത്. ഒരസുഖമില്ല, വെറുതെ ഓരോരോ തോന്നലേ. ഇതുകൂടി കഴിക്കമ്മ. മോനും കഴിക്ക്. ഇത് നിന്റെ അമ്മയാണോ?
അമ്മയ്ക്ക് കൊടുക്കാനാണോ നീ മോഷ്ടിച്ചേ? അപ്പൊ നിനക്ക് പറയാമായിരുന്നില്ലേ? പറയാമായിരുന്നു. പക്ഷെ പറഞ്ഞാ നിങ്ങൾ വിശ്വസിക്കോ? എന്താ നിങ്ങൾ ആരും ചോദിക്കാതിരുന്നേ? വിശന്നിട്ടാണോ മോഷ്ടിച്ചെന്ന്? ഒരാഴ്ചയെ എന്റെ അമ്മയും ഞാനും വല്ലതും കഴിച്ചിട്ട്. പണിക്ക് പോവാൻ മടിയായിട്ടില്ല. എന്റെ ഹൃദയത്തിന് ഒരു തകരാറ്, അതുകൊണ്ടാ ഞാൻ. പക്ഷെ എന്റെ സുഖമില്ലാത്ത അമ്മയെ പട്ടിണിക്കിട്ട് കൊല്ലാൻ പറ്റൂ? വലിയ ജീവിതമൊന്നല്ലെങ്കിലും മനോഹരമായ ഈ ഭൂമിയിൽ എനിക്ക് ജനിക്കാൻ അവസരം തന്നത് എന്റെ അമ്മയല്ലേ? താനോട് ക്ഷമിക്കണം. താനൊരു ഹാർട്ട് പേഷ്യന്റ് ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്റെ ഹൃദയത്തെ കുറിച്ചോർത്ത് സാറ് വിഷമിക്കണ്ട. അതിനൊന്നും സംഭവിക്കില്ല. കാരണം അതിനകത്ത് എന്റെ അമ്മയുണ്ട്. എന്റെ അമ്മ മാത്രം. ദേഷ്യം കൊണ്ടാ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തത്. ദേഷ്യം, പെട്ടെന്നുള്ള ദേഷ്യം അല്ലേ? അങ്ങനെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ സാറേ? ഹൃദയത്തില് കരുണയില്ലാത്തോണ്ടാ. എല്ലാ തെറ്റും ക്ഷമിക്കുന്ന ആളല്ല അമ്മ. അമ്മ ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് വെക്കും സാറേ. അപ്പോ എല്ലാവരെയും മക്കളായിട്ട് കാണാൻ പറ്റും. എല്ലാവരുടെയും തെറ്റുകളും കുറ്റങ്ങളും പൊറുക്കാനും പറ്റും. ഈ ലോകത്തിലുള്ളവർക്ക് അത് ആണായാലും പെണ്ണായാലും വേണ്ടത് ഒരമ്മ മനസ്സാ സാറേ. വിശപ്പിന്റെ വില അറിയാവുന്ന, മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാവുന്ന ഒരമ്മ മനസ്സ്. സ്നേഹമുള്ളവരെ, സുവിശേഷം ഒരു ഉന്നതിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവിടെ മനുഷ്യബന്ധങ്ങളെ മനസ്സിലാക്കാനുള്ള താക്കോൽ കരുണയാണെന്ന് ലിയോ 14 മാതാവിന്റെ വാക്കുകൾ നമുക്ക് പ്രചോദനമാകട്ടെ. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് യേശുനാഥന്റെ വാക്കുകൾ നമ്മിൽ ഉണരട്ടെ. നന്ദി. ഞാനുറങ്ങണ നേരത്ത് രാവറിയാതിരുന്നതമ്മ. ഞാനുറങ്ങണ നേരത്ത് നോവറിയാതിരുന്നതമ്മ. പൊന്നിന്റെ നിറമല്ലേലും പൊന്നെന്നു വിളിച്ചതമ്മ. പൊന്നിൻ കുടമായി തന്നെ പൊന്നും മകൾ നൽകിയതമ്മ. പാടിയതമ്മ, താലോലം ആട്ടിയതമ്മ. ഞാനുറങ്ങണ നേരത്ത് രാവറിയാതിരുന്നതമ്മ.